കുറെ കാലമായിട്ട് ട്രേഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു ട്രേഡറെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? ഒരു ട്രേഡറെ സംബന്ധിച്ച് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആവാം അല്ലേ? പക്ഷേ സത്യത്തിൽ ട്രേഡിംഗ് എന്നുള്ളത് ഒരു ബിസിനസ്സാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. നിങ്ങൾക്ക് എത്ര നേരം ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ഇരിക്കാൻ പറ്റുന്നു, ഒരു ട്രേഡ് എടുക്കാതെ എത്ര നേരം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ലാഭവും നഷ്ടവും. ഒരു ദിവസം എൻട്രിയുടെ എണ്ണം കൂടിയാൽ, അതായത് മൾട്ടിപ്പിൾ എൻട്രികൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം അത് ലോസിലേക്കാണ് കൺവേർട്ട് ആവാറുള്ളത്. ഇന്ന് ബിഗിനേഴ്സിൻ്റെയൊക്കെ പ്രശ്നം തന്നെയാണ്. സാധാരണ ട്രേഡ് ചെയ്യും, രാവിലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും, വൈകുന്നേരം മതിയും അത് വീണ്ടും ട്രേഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് വെയിറ്റ് ചെയ്യുക. അതായത് ക്ഷമ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല അസറ്റ്. എത്ര കണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നോ അത്രയും കണ്ട് നല്ലതാണ്. കാരണം പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ നമുക്ക് ലൈവിൽ കയറുകയാണെങ്കിൽ ഇന്ന് ട്രേഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ലെഫ്റ്റ് അടിക്കും. ആ ലെഫ്റ്റ് അടിക്കുന്നതിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ട്രേഡ് ഇല്ല എന്ന് അറിഞ്ഞിട്ട്. രണ്ട്, എന്തുണ്ട്, ഇന്ന് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവരുടെ നിന്ന് കിട്ടാനില്ല എന്നുള്ള മൈൻഡ് ആൾക്കാർ. ഫസ്റ്റ് പറഞ്ഞ കൂട്ടർ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയിലെ കൂട്ടരാണ്, കാരണം അവരാണ് സക്സസ് ആയിട്ടുണ്ടാവുക. രണ്ടാമത്തെ ആൾക്കാർ അവർ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടാവും, ലോസ് വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ സെറ്റപ്പ് എന്താണോ അതിന് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഒരു ട്രേഡർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അതിന് ക്ഷമ നിർബന്ധമാണ്. ഈ പേഷ്യൻസ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് അസറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പേഷ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് അസറ്റ് എന്ന് തോന്നാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തുടക്കക്കാരനായിരിക്കും ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഉറപ്പല്ലേ? തുടങ്ങുന്ന സമയത്ത് ഞാൻ ബിഗിനറാണല്ലോ. ഒരു ബിഗിനർക്ക് വരാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് എന്ത്, മാർക്കറ്റിൽ ഒന്നിൻ്റെ വില കൂടുക അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് മിസ്സായി പോയി എന്നുള്ളൊരു ഫീൽ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ട്രെൻഡ് മാർക്കറ്റ് പോകുന്ന കണ്ടു, അത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര വരെ പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ലോസ് കണക്കൂടില്ല. അതിന് അഗെയിൻസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന ലോസ് നമ്മൾ കണക്കൂടില്ല. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 9:15 മുതൽ ഒരു 10 മണി വരെ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും ഏതെങ്കിലും സൈഡിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വൈകിട്ട് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് എന്തുണ്ടാവും, മാർക്കറ്റ് ഏതെങ്കിലും സൈഡിക്ക് നല്ല ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഈ സൈഡിക്ക് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ ഇത്ര രൂപ ഉണ്ട്, ഇത്ര രൂപ കിട്ടിയിരുന്നു. അതിന് അഗെയിൻസ്റ്റ് മാർക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമ്മൾ നോക്കൂല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ദിവസം ഇതേപോലെ എൻട്രി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലെ മാർക്കറ്റ് പോകും എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചാടിക്കയറി എൻട്രി എടുക്കും. സ്വാഭാവികമായിട്ടും ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് എൻട്രി എടുക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ കുറച്ച് സമയം ചെറിയ പ്രോഫിറ്റ് കണ്ട നമ്മൾ മാറും, ലോസ് ആണെങ്കിൽ തിരിച്ച് കയറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം നമ്മുടെ സെറ്റപ്പ് അല്ല, എൻട്രി ക്രൈറ്റീരിയ അല്ല, കാരണം ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കയറിയതാണ്. അതിനെവിടെ എക്സിറ്റ് വെക്കാമെന്ന് കൂടെ പ്ലാൻ ഉണ്ടാവില്ല, കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉടനെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞ്, ഇപ്പം മാർക്കറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ട് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 2.5 വർഷം അല്ലെങ്കിൽ 1 വർഷം നമ്മളും ഈ ഒരു മിസ്റ്റേക്കുകൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മളെ വ്യൂ താഴത്തേക്കാണെങ്കിൽ മാർക്കറ്റ് മേലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ട്, ഈ മാർക്കറ്റ് എന്തുകൊണ്ട് പോയി നോക്കും, ഇവിടുന്ന് എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് എൻട്രികൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, അപ്പം ഇന്നലത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ, ഇന്നലെ നമ്മൾ ഒരു റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ, ഇതിൻ്റെ മുകളിൽ പോയാൽ മേലേക്ക് എൻട്രി ഉണ്ട്, താഴെ വന്നാൽ താഴത്തേക്ക് എൻട്രി ഉണ്ട്, മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല, അതിനുള്ളിൽ മാത്രം ട്രേഡ് ചെയ്ത്. ഇത് ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാൻ അവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, രാവിലെ ആ ഒരു മൊമെൻറ്റം കാണുമ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിൽ പ്രൈസ് മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ചാടി കയറി എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആണ് ഇത് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻട്രി സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഓവർ ട്രേഡിങ്ങിനെ പറ്റിയാണല്ലോ. ഈ ഓവർ ട്രേഡിങ് ഒരാളെ മെന്റലി എങ്ങനെ എഫക്ട് ചെയ്യും? നിങ്ങൾ രാവിലെ ട്രേഡ് ചെയ്തു, നിങ്ങൾക്കൊരു 2000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വീണ്ടും ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കണ്ടു, നിങ്ങൾ ട്രേഡ് ചെയ്തു, അത് ലോസിലേക്ക് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പോൾ 2000 രൂപ രാവിലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അടുത്തൊരു ട്രേഡ് ചെയ്തു, നിങ്ങൾക്കൊരു 1000 രൂപ നഷ്ടം വന്നു. അടുത്ത ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ എന്തായിരിക്കും, ചെയ്ത് നോക്കാൻ തന്നെ ആവും.
അപ്പോൾ 2000 പ്രോഫിറ്റ് എന്തായി 1000 കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചെയ്തു, അതിൽ ലോസ് വന്നാലോ? ഒന്ന് ബാക്കൊക്കെ നിൽക്കും. ബാക്ക് നിൽക്കും, ഉറപ്പാണോ? ഒരു 500 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ 500 വന്നാൽ ഒന്നുകൂടി നോക്കും, ഒന്നുകൂടി ശ്രമിക്കാൻ നോക്കും. ഒന്നുകൂടി ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നഷ്ടം വരുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പോയ ലാഭം തിരിച്ചുണ്ടാക്കണം. 2000 ഉണ്ടായെന്നാണല്ലോ, ആ 2000ക്ക് വീണ്ടും എത്തിക്കാൻ നോക്കും. ഉറപ്പല്ലേ? അതെ. അത് പിന്നെ ഹ്യൂമൻ സൈക്കോളജിയാണ്. നമ്മൾ പോയ ലാഭം തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ശരിക്കും എന്ത് ചെയ്താൽ മതി? 2000 1000 നഷ്ടം വന്നു, അവിടെ നിർത്തിയാൽ മതി. കാരണം എന്താണ്? 1000 രൂപ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? അതിന് പകരം നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രോക്കറേജും ടാക്സും പോകുന്നുണ്ട്, ഒരു ചാർജായിട്ട് പോകുന്നുണ്ട് പുറത്ത്. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ പോയ ലാഭം തിരിച്ചു പിടിക്കാനാവും. അവിടെ ബ്രോക്കറേജ് ഉണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള എൻട്രി പിന്നെ എൻട്രി ക്രൈറ്റീരിയ പിന്നെ സൂട്ടായിട്ടുണ്ടാവില്ല. ഇതൊന്നും പ്രശ്നമാവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കും, ഈ പോയ ലാഭം തിരിച്ചു പിടിക്കാൻ നോക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ 10-15 ട്രേഡ് എടുത്ത് 2000 കിട്ടിയാൽ അത് ബ്രോക്കറേജും ടാക്സും കൊടുക്കാൻ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഒന്ന്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് എടുത്തു, നിങ്ങൾ പ്രോഫിറ്റിലാണ്. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണ്. പോയ ലാഭം തിരിച്ചു പിടിക്കാൻ നോക്കും, വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ കൊണ്ടുപോയിട്ട് ലോസായിട്ട് കളയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ദോഷം മാത്രമേ ഉള്ളൂ. ശരിക്ക് നിങ്ങൾക്ക് രാവിലെ എൻട്രി എടുത്തു, നിങ്ങൾ പ്രോഫിറ്റാണ്, അതിൻ്റെ പകുതി വെച്ച് റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്തോ, കുഴപ്പമില്ല. കാരണം എന്താണ്? പോയാൽ പകുതിയെ പോകുള്ളൂ. 1000 പോയി, ആ 1000 പോയാൽ നിർത്തുമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്? 1000 സേഫാണ്. ഇനി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലോ അപ്പോൾ വീണ്ടും 2000 കിട്ടും. നമ്മൾ 1:2 റിസ്ക് റിവാർഡിലാണ് സാധാരണ ട്രേഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മിനിമം 2000 പകരം പിന്നെ 2000 ഒരു 2000 കൂടെ കൂടുതൽ കിട്ടാം. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 4000 കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ അപ്പം വേണമെങ്കിൽ 1000 രൂപയുടെ റിസ്ക് എടുത്ത് വേണമെങ്കിൽ ഒരു ട്രേഡ് ചെയ്ത് നോക്കാം. അത് ലോസിലാണെങ്കിൽ അവിടെ നിർത്തിക്കോണം, പിന്നെ ട്രേഡ് ഇല്ല. അപ്പോഴെന്താണ്? കയ്യിൽ 3000 ബാക്കി ഉണ്ടാവും. 4000 നിന്നാണ് 1000 പോയിട്ടുള്ളത്. ലോസിലാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആണ്, രണ്ടാമത്തെ ട്രേഡ് തന്നെ ലോസിലാണെങ്കിൽ അതോടുകൂടി ട്രേഡ് നിർത്താം. ഫസ്റ്റ് ട്രേഡ് തന്നെ ലോസ് ആണെങ്കിലോ അന്ന് പിന്നെ ട്രേഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ഒരു നല്ല ശീലം എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് നമ്മൾ ട്രേഡ് എടുക്കും, രണ്ടാമത് വീണ്ടും ട്രേഡ് എടുക്കും, മൂന്നാമത് വീണ്ടും ട്രേഡ് എടുക്കും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആവും ചിലപ്പോൾ, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുപോയി കളയും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ചിന്ത എപ്പോഴാണ് വരുമെന്ന് വെച്ചാൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഈ ഐഡിയകളൊക്കെ വരുള്ളൂ. 3:30ക്ക് മാർക്കറ്റ് തീരുമല്ലോ. മാർക്കറ്റ് തീർന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ P&L ചുവപ്പ് കളറിൽ കിടക്കുന്നുണ്ടാവും, വലിയ എമൗണ്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ മാർക്കറ്റ് 3:30ക്ക് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം സത്യത്തിൽ എല്ലാവർക്കും വരിക. സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ്ങിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇമോഷൻ പാർട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ഇമോഷണലി ആണ് നമ്മുടെ തീരുമാനങ്ങൾ, ഒട്ടുമിക്ക തീരുമാനങ്ങൾ വരിക. 3:30 കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് മുഴുവൻ മണ്ടത്തരായിരുന്നു, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നല്ലോണം ഉണ്ടാവും. എല്ലാ രീതിയിലും ഉണ്ടാവും. ഇമോഷണലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും, മെൻ്റലി ഫിസിക്കലൊക്കെ ഡൗൺ ആവും. അപ്പോൾ മാക്സിമം കഴിയുന്നതും 1, 2, 3 എൻട്രി അതിൽ കൂടുതൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷണൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഈ പേഷ്യൻസ് എങ്ങനെയാണ് ഈ ബിൽഡ് ചെയ്തെടുത്തത്? പേഷ്യൻസ് ബിൽഡ് ചെയ്യാൻ ലോസ് ഉണ്ടാക്കിയപ്പോൾ ബിൽഡ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ലോസ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഉണ്ടാക്കിയപ്പോഴാണ് ബിൽഡ് ചെയ്തത്. ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങൾ പുതിയ ട്രേഡറാണ്, അല്ലെങ്കിൽ ഇപ്പം ട്രേഡ് ചെയ്ത് തുടങ്ങാനുള്ള പ്ലാൻ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് റൂൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, എൻ്റെ എൻട്രി സെറ്റപ്പ് ഇതാണ്, എൻ്റെ എൻട്രി സെറ്റപ്പ് ഇതാണ്. ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഞാൻ എൻട്രി എടുക്കുള്ളൂ. അതിൻ്റെ എക്സിറ്റ് ഇങ്ങനെയാണ്, ഇത്ര രൂപയാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഇന്ന് ലോസ് വരുത്തുള്ളൂ. ഇത്ര ലോസ് വന്നാൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ എൻട്രിക്ക് ക്രൈറ്റീരിയ ആയി, എക്സിറ്റിന് ക്രൈറ്റീരിയ ആയി, മാക്സിമം ലോസ് ഇന്നത്തെ ഇത്രയാണ്, അല്ലെങ്കിൽ ഈ ട്രേഡിൽ ഇത്രയാണ് ഒരു റൂളായി. ഇനി എൻ്റെ എൻട്രി സമയം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എൻട്രി ഉണ്ടെങ്കിൽ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എടുക്കുന്നില്ല. എൻ്റെ എക്സിറ്റിൻ്റെ ടൈം ഇന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാത്തിനും ഓരോ റൂള് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ആദ്യത്തെ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പിന്നെ അത് സിസ്റ്റമാണ്. ഇപ്പോൾ സാധാരണ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് പോകും, ആളുടെ ഡ്യൂട്ടി 5 മണിക്ക് കഴിയുന്ന പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ പിന്നെ പരിപാടിയൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെ ഇതെന്തായി? ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ എത്തിയാൽ മാത്രം, അവിടെ എത്തിയാൽ മാത്രം നമ്മൾ എൻട്രി എടുത്തു. പിന്നെ അത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇത്ര രൂപയാണ് മാക്സിമം ലോസ് എന്നുള്ളത്, ഇത്ര രൂപയാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കണം, അതല്ലെങ്കിൽ അത് ടാർഗറ്റ് അടിക്കണം. അതിൻ്റെ ഇടയിൽ ഇൻട്രാഡേ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, 3:15 നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാം. അതല്ലാത്ത ട്രേഡുകളൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഷോർട്ട് ടൈം ലോങ് ടൈം ഒക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ വഴിക്ക് വിടുക. അത് എപ്പോഴാണോ ടാർഗറ്റ് ആവുന്നത് അപ്പോൾ നോക്കിയാൽ മതി, അത് എല്ലാം ആ സമയത്ത് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ പിന്നെ പേഷ്യൻസ് എന്നുള്ളത് താനെ വന്നോളും. കാരണം പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം മാത്രം ഫോളോ ചെയ്തായി, അത് മാത്രമേ ചെയ്യാനുള്ളൂ.